ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ഫ്രേസസ് ആണ്. ഈ ഫ്രേസസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില അഡ്വാൻസ്ഡ് ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ആർ യു ഇൻ ടു പ്ലസ് സംതിങ്. ആർ യു ഇൻ ടു പ്ലസ് സംതിങ്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഇഷ്ടമാണോ, നിങ്ങൾക്ക് അത് വലിയ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ക്രിക്കറ്റ് വലിയ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ക്രിക്കറ്റിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് മൂവിയൊക്കെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണോ എന്ന് ചോദിക്കില്ലേ? അതിന് നമ്മൾ എന്താ ചോദിക്കുക? ഡു യു ലൈക്ക് ക്രിക്കറ്റ്, ഡു യു ലൈക്ക് ഫുട്ബോൾ എന്നൊക്കെയല്ലേ. പക്ഷേ അത് നോർമലായിട്ടുള്ള സെൻറ്റൻസ് ആണ്. പക്ഷേ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ആർ യു ഇൻ ടു സംതിങ്. ആർ യു ഇൻ ടു ക്രിക്കറ്റ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ് എന്നാണ്. ആർ യു ഇൻ ടു ഫുട്ബോൾ, നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണോ. ആർ യു ഇൻ ടു ട്രാവലിംഗ്, ആർ യു ഇൻ ടു ട്രാവലിംഗ്, നിങ്ങൾക്ക് ട്രാവലിംഗ് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണോ. ആർ യു ഇൻ ടു റീഡിംഗ് ബുക്സ്, നിങ്ങൾക്ക് ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് ആർ യു ഇൻ ടു പ്ലസ് സംതിങ്, എന്താണോ ഇഷ്ടം എന്ന് ചോദിക്കേണ്ടത്, അവിടെ നമുക്ക് അത് ഉപയോഗിക്കാം. ആർ യു ഇൻ ടു ജോഗിങ്, നിങ്ങൾക്ക് ജോഗിങ് ഇഷ്ടമാണോ. ആർ യു ഇൻ ടു സ്കെയറി മൂവീസ്, നിങ്ങൾക്ക് സ്കെയറി മൂവീസ്, ഹൊറർ മൂവീസൊക്കെ ഇഷ്ടമാണോ എന്നാണ്. ആർ യു ഇൻ ടു സ്കെയറി മൂവീസ്. അപ്പോൾ ആർ യു ഇൻ ടു സംതിങ് എന്ന ആ ഒരു ഫ്രേസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അത്തരം ഫ്രേസസ് ഉപയോഗിച്ച് ശീലിക്കുക. ഇനി അടുത്ത ഫ്രേസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ആം നോട്ട് യൂസ്ഡ് ടു ഡൂയിങ് സംതിങ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി. ഐ ആം നോട്ട് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എനിക്കത് ശീലമില്ല, എനിക്ക് അങ്ങനെ ചെയ്ത് ഒരു ശീലമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ല എന്ന് പറയില്ലേ. പല കാര്യങ്ങളും അവന് അത് ശീലമില്ല, എനിക്കത് ശീലമില്ല, അവൾക്കത് ശീലമില്ല എന്നൊക്കെ പറയാം. പല കാര്യങ്ങളും എനിക്ക് രാവിലെ നടക്കുന്ന ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു വാക്കിംഗ് ഇൻ ദ മോർണിംഗ്. എനിക്ക് മൂവി കാണുന്ന ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു വാച്ചിങ് മൂവീസ്. എനിക്ക് ചായ കുടിക്കുന്ന ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു ഡ്രിങ്കിങ് ടീ. നോക്കൂ, യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുന്നത്. ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ഡ്രിങ്കിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്തിട്ടാണ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്തിട്ടാണ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ട്രാവലിംഗ്, എനിക്ക് ട്രാവൽ ചെയ്യുന്ന ശീലമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ശീലമില്ല എന്ന് പറയുന്നതിന് നമുക്ക് ഐ ആം നോട്ട് യൂസ്ഡ് ടു എന്ന് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കുക. അതും ഈസി അല്ലേ ഈ ഫ്രേസ് ഉപയോഗിക്കാൻ. അപ്പോൾ ഐ ആം നോട്ട് യൂസ്ഡ് ടു എന്ന് പറയുന്നത് പോലെ തന്നെ വേറെ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടും അത് പറയാം. ഇപ്പോൾ വി ആർ നോട്ട് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ വി ആർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം. ഐ ആം നോട്ട് യൂസ്ഡ് ടു, വി ആർ നോട്ട് യൂസ്ഡ് ടു, യു ആർ നോട്ട് യൂസ്ഡ് ടു, ഹി ഈസ് നോട്ട് യൂസ്ഡ് ടു, ഷീ ഈസ് നോട്ട് യൂസ്ഡ് ടു, ദേ ആർ നോട്ട് യൂസ്ഡ് ടു. അങ്ങനെ അവർക്കത് ശീലമില്ല എന്നാണെങ്കിൽ ദേ ആർ നോട്ട് യൂസ്ഡ് ടു. അപ്പോൾ ഒരുപാട് സെൻറ്റൻസസ് നമുക്ക് അത്തരം സെൻറ്റൻസസ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതുപയോഗിക്കാം. അടുത്ത ഫ്രേസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യങ്ങളില്ലേ, അവിടെയൊക്കെ നമുക്ക് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് ഉപയോഗിക്കാം. പക്ഷേ ലുക്കിംഗ് ഫോർവേഡ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഒരു പുതിയ ജോലി തുടങ്ങാൻ കാത്തിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സ്റ്റാർട്ടിംഗ് എ ന്യൂ ജോബ്. ഞാൻ അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അത്രയും ആകാംക്ഷയോടുകൂടി, അത്രയും സന്തോഷത്തോടു കൂടി, അത്രയും
ഇഷ്ടത്തോടു കൂടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് ഉപയോഗിക്കുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു റൈറ്റിംഗ് എ ലെറ്റർ ടു ഹെർ. ഞാൻ അവൾക്ക് ഒരു ലെറ്റർ എഴുതാൻ കാത്തിരിക്കുകയാണ്. അതായത് അതിനു വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി ഒരു ലെറ്റർ എഴുതണം എന്ന് കരുതി കാത്തിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ഹിം. അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് ഞാൻ കാത്തിരിക്കുകയാണ്. നോക്കൂ, ലുക്കിംഗ് ഫോർവേഡ് ടു കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. മീറ്റിംഗ്, മീറ്റ് പ്ലസ് ING. വർക്കിംഗ്, വർക്ക് പ്ലസ് ING. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു എന്നല്ല പറയേണ്ടത്, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അഡ്വാൻസ്ഡ് ഫ്രേസ് തന്നെയാണ്. ഇത്തരം സെൻറ്റൻസസ് ഡിഫറെൻറ്റ് വേയ്സിൽ ഉണ്ടാക്കി നോക്കുക. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉപയോഗിച്ച് ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കുക. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് വേറെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാം. ഹി, ഷീ, ഇറ്റ്, ദേ, വി എന്നൊക്കെ സബ്ജക്റ്റ് മാറ്റി മാറ്റി വെച്ച് ഉപയോഗിക്കുക. I am looking forward to, you are looking forward to, we are looking forward to, they are looking forward to, he is looking forward to, she is looking forward to, Geeta is looking forward to. അങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസസ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും പ്രാക്ടീസ് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്നത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഫ്രേസ് ഐ പ്രോമിസ് നോട്ട് ടു പ്ലസ് V1. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ അവിടെ പോകില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഉറപ്പ് തരുന്നു. ഞാൻ അവനോട് സംസാരിക്കില്ല എന്ന് ഉറപ്പ് തരുന്നു. ഞാൻ ഈ കാര്യം ചെയ്യില്ല എന്ന് ഉറപ്പ് തരുന്നു. ഞാൻ അവളോട് വഴക്ക് കൂടില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു, പ്രോമിസ് ചെയ്യുന്നു. അവിടെയാണ് ഐ പ്രോമിസ് നോട്ട് ടു കഴിഞ്ഞിട്ട് V1 ഫോം ഉപയോഗിക്കുന്നത്. V1 എന്ന് പറഞ്ഞാൽ ഒരു വെർബിൻ്റെ ബേസ് ഫോം ആണ് എന്നറിയാമല്ലോ. അപ്പോൾ കുറച്ച് സെൻറ്റൻസസ് എക്സാമ്പിൾ നോക്കാം. ഐ പ്രോമിസ് നോട്ട് ടു ടെൽ ഹെർ. ഞാൻ അവളോട് പറയില്ല എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഐ പ്രോമിസ് നോട്ട് ടു ബി സോ ലേറ്റ്. ഞാൻ ഒരുപാട് ലേറ്റ് ആവില്ല എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഐ പ്രോമിസ് നോട്ട് ടു ഹേർട്ട് ഹെർ ഫീലിങ്സ്. അവളുടെ വികാരങ്ങളെ ഒന്നും ഞാൻ വ്രണപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. എന്താണ് ഈ വികാരങ്ങളെ വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? വിഷമിപ്പിക്കില്ല എന്ന്. ഞാൻ അവളെ വിഷമിപ്പിക്കില്ല എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഐ പ്രോമിസ് നോട്ട് ടു ഗോ വിതൗട്ട് യു. നിങ്ങളെ കൂടാതെ ഞാൻ പോകില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഉറപ്പ് തരുന്നു. ഐ പ്രോമിസ് നോട്ട് ടു ടെൽ ദിസ് സീക്രറ്റ് ടു എനിവൺ. ഞാൻ ഈ സീക്രറ്റ് ആരോടും പറയില്ല എന്നുറപ്പ് പറയുന്നു. ഇനി നമ്മൾ പഠിക്കുന്ന അടുത്ത ഫ്രേസ് ഐ ആം തിങ്കിങ് ഓഫ് പ്ലസ് വേർബിൻ്റെ ING ഫോം. ഐ ആം തിങ്കിങ് ഓഫ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ. ഞാനൊരു ടൂറ് പോകുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പുതിയ കാറ് വാങ്ങുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ. അതാണ് ഐ ആം തിങ്കിങ് ഓഫ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം ഉപയോഗിച്ചുകൊണ്ട് പറയാവുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നോക്കണ്ടേ? ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം തിങ്കിങ് ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്. ഞാൻ ഒരു പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം തിങ്കിങ് ഓഫ് ഓപ്പണിംഗ് അപ്പ് എ ന്യൂ സ്റ്റോർ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം തിങ്കിങ് ഓഫ് വിസിറ്റിംഗ് മൈ ഫ്രണ്ട്. ഇവിടെയും നമുക്ക് സബ്ജക്റ്റ് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇനി അടുത്ത ഫ്രേസ് ഐ ആം ഡൈയിങ് ടു V1 ഫോം ഓഫ് ദ വേർബ്. ഐ ആം ഡൈയിങ് ടു ഡൂ സംതിങ്. ഡൈയിങ് എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നല്ലേ. ഐ ആം ഡൈയിങ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കാണാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രയ്ക്ക് ഡെസ്പറേറ്റ് ആയിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് ഇഷ്ടത്തോടു കൂടി, അല്ലാതെ എനിക്ക് കാണാതെ പറ്റില്ല. ഐ ആം ഡൈയിങ് ടു മീറ്റ് യു.
ഡൈയിങ് ടു കഴിഞ്ഞിട്ട് വെർബിൻ്റെ V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ഡൈയിങ് ടു ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ പാരൻസ്. ഞാൻ എൻ്റെ പാരൻസിന് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഐ ആം ഡൈയിങ് ടു സ്പീക്ക് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ്. ഞാൻ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. അത്രയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഐ ആം ഡൈയിങ് ടു മൂവ് ടു എ ബിഗർ ഹൗസ്. ഒരു കുറച്ചുകൂടി വലിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇനി അടുത്ത ഫ്രേസ് ഐ വിഷ് ഐ കുഡ് പ്ലസ് V1 ഫോം. ഐ വിഷ് ഐ കുഡ് പ്ലസ് V1 ഫോം. ഐ വിഷ് ഞാൻ ആശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഐ വിഷ് ഐ കുഡ് ഡൂ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആശിക്കില്ലേ നമ്മൾ ഇമാജിൻ ചെയ്യില്ലേ പ്രസൻറ്റ് മൊമെൻറ്റിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരുന്നു കൊണ്ട് എനിക്കൊരു ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരു വലിയ വീടുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ, എനിക്കവിടെ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ, എനിക്ക് അവളെ ഒന്ന് മീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, എനിക്ക് അവൾക്ക് ഒരു ലെറ്റർ എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആശിക്കും. ഇത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ഇമാജിൻ ചെയ്യുകയാണത്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഐ വിഷ് ഐ കുഡ് പ്ലസ് V1 ഫോം. അവിടെ ഐ കുഡ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് V1 ഫോമാണ്, വെർബിൻ്റെ ബേസ് ഫോം. അപ്പോൾ അതിനും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ വിഷ് ഐ കുഡ് ഏൺ മോർ. എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇമാജിനേഷനാണ് ഇത്. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ആലോചിക്കുന്നതാണ്, പാസ്റ്റിലെ കാര്യം അല്ല. ഐ വിഷ് ഐ കുഡ് പ്ലേ ഔട്ട്സൈഡ്. എനിക്ക് പുറത്തു പോയി കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഐ വിഷ് ഐ കുഡ് സിങ് ബെറ്റർ. എനിക്ക് കുറച്ചുകൂടി നന്നായി പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് റൈറ്റ് നീറ്റ്ലി. എനിക്ക് നന്നായി നീറ്റായിട്ട് എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് പഠിച്ച എല്ലാ അഡ്വാൻസ്ഡ് ഫ്രേസസും പല ഡിഫറെൻറ്റ് സബ്ജക്ട്സ് വെച്ച്, പല ഡിഫറെൻറ്റ് വേർബ്സ് മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാനും ശീലിക്കുക.